ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് സ്റ്റൂ, അതായത് വെള്ള സ്റ്റൂ, നാളികേരപ്പാൽ ചേർത്തിട്ടുള്ള സ്റ്റൂ ആണ്. അതിലേക്ക് വേണ്ട ചേരുവകൾ: 2 ഇടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ്, 1 സബോള, 2 പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ഇതെല്ലാം കൂടി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത്. ഉരുളക്കിഴങ്ങും സബോളയും കൂടി കഷ്ണങ്ങളാക്കിയത് ഇട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചു, പച്ചമുളക് കഷ്ണങ്ങളാക്കി, വേപ്പില എല്ലാം കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു പകുതി നാളികേരത്തിൻ്റെ പാൽ എടുത്തിട്ട് ആ മിക്സിയിലടിച്ച് ആദ്യത്തെ പാൽ മാറ്റി വയ്ക്കണം. പിന്നീട് നല്ലോണം വെള്ളമൊഴിച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ച് പിഴിഞ്ഞെടുത്ത പാൽ ഇതിൽ ഒഴിച്ചിട്ട് വേണം ഈ ഉരുളക്കിഴങ്ങ് സബോള ഇട്ടിട്ട് ഇഞ്ചി ചതച്ചതും ഉപ്പും എല്ലാം ചേർത്തിട്ട് അടുപ്പത്ത് വയ്ക്കുക. അത് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. 2-3 വിസിലായി കഴിഞ്ഞാൽ നന്നായി വെന്തുണ്ടാവും. അപ്പോൾ അത് ഓഫ് ചെയ്യാം, ഇറക്കി വയ്ക്കുക. ആവി പോകുമ്പോൾ നന്നായി ആവി പോകുമ്പോൾ അത് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് ചേർത്തിട്ട് നാളികേരപ്പാൽ, തലപ്പാൽ, 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല കട്ടിയുള്ള പാൽ. ആ പാൽ തിരിച്ച് കുക്കറിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുക്കറിൽ ഒഴിച്ച് അങ്ങനെ മെല്ലെ അടച്ച് വയ്ക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയായ സ്റ്റൂ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ കറി ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെള്ളപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്, പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തലപ്പാൽ ഒഴിച്ചിട്ട് വെറുതെ അടച്ചു വെച്ചാൽ മതി, ഇളക്കണ്ട. പിരിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പാലൊഴിച്ചിട്ട് തന്നെ വേവിക്കണം, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ആ കറി കറുത്ത് പോകും, ഒരു കറുപ്പ് കളർ.